ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കിങ്ഡം മൂവി അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. വിജയ് ദേവർകൊണ്ട അഭിനയിക്കുന്ന പുതിയ പടമാണ് ഗൈസ് കിങ്ഡം. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഗൗതം തിന്നനൂരി എന്ന് പറയുന്ന ആളാണ്. പുള്ളി തന്നെയാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നതും. പുള്ളി ആക്ച്വലി പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിയാണ് ജേഴ്സി മൂവി, നാനിയുടെ ജേഴ്സി മൂവി പുള്ളിയാണ് എടുത്തിരുന്നത്. പടത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പടത്തിനകത്ത് എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. പടത്തിൻ്റെ സിനിമാട്ടോഗ്രാഫി ഗിരീഷ് കെങ്ങാരൻ, ജോമോൻ ജോൺ, നമ്മുടെ ദ ബെസ്റ്റ് സിനിമാട്ടോഗ്രാഫേഴ്സ് ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അമ്മാതിരി കിടുക്കൻ ടീംസാണ് അത്. പിന്നെ പടം എഡിറ്റ് ചെയ്തേക്കുന്നത് നവീൻ നോളി എന്ന് പറയുന്ന ആളാണ്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്ത അനിരുദ്ധാണ്. അതും വേറെ ലെവലാണ്. കാസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വിജയ് ദേവർകൊണ്ടയുണ്ട്, സത്യദേവ് ഉണ്ട്, ഭാഗ്യശ്രീ എന്ന് പറയുന്ന ആളുണ്ട്, വെങ്കിടേഷ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാരാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. സോ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ആക്ച്വലി സ്പൈ ആക്ഷൻ ഡ്രാമ. ഒരു സ്പൈ ഏജൻ്റായിട്ട് വിജയ് ദേവർകൊണ്ട മാറുന്നു. ദെൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളി ഒരു ചൂസൺ വണ്ണായിട്ടൊക്കെ മാറുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള രീതിക്ക് പോകുന്ന ടിപ്പിക്കലായിട്ട് നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ കണ്ടിരുന്ന ടൈപ്പ് സ്റ്റോറിയാണ് മൂവി കാണിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പടം കാണുമ്പോൾ നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള ഒരുപാട് പടങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സാമ്യം തോന്നും. ഈ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ സൂര്യയുടെ ഒരു പടം ഉണ്ടല്ലോ, റെട്രോ, അതിൻ്റെയൊക്കെ ഏകദേശമായിട്ടൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സീൻസൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ചെറുതല്ല ഇതിൻ്റെ മെയിൻ പ്ലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ആ റെട്രോ മൂവി നല്ല വ്യക്തമായി നമുക്ക് ഓർമ്മ വരും. സോ അങ്ങനെ വേറെ കുറേ പടങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും ഗൈസ്. അതുകൊണ്ട് എന്താ പറയുക, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി എന്നൊന്നും പറയത്തില്ല. പ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ കണ്ട് കേട്ട് കേൾവിയുള്ള പല സ്റ്റോറീസും കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ആക്കി വന്ന ഒരു പടമാണിത് കിങ്ഡം. പിന്നെ യെസ് ഗൈസ്, അപ്പം വിജയ് ദേവർകൊണ്ടയുടെ ആക്ച്വലി എന്താ പറയുക, റീസെൻ്റ്ലി ഇറങ്ങിയ ലൈഗർ എന്ന് പറയുന്ന പടത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പം ഇത് കുറച്ച് മച്ച് ബെറ്ററാണ്. പുള്ളിയുടെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഒക്കെ നൈസാണ്. അതിനകത്തൊരു ബ്രദർ ബോണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ഈ വിജയ് ദേവർകൊണ്ടയും സത്യദേവും തമ്മിലുള്ളതൊക്കെ. അപ്പം അതൊക്കെ ആക്ച്വലി അവർക്ക് നൈസായിട്ട് തന്നെ അവർക്കത് എലിവേറ്റ് ചെയ്ത് എന്താ പറയുക, ഒട്ടും ബോറാകാത്ത രീതിക്ക് അവരത് ആ ഒരു റിലേഷൻഷിപ്പ് വ്യക്തമായിട്ട് അല്ലെങ്കിൽ എടുക്കാനായിട്ട് അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഹീറോയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്ക് വലിയ റോളും കാര്യങ്ങളൊന്നുമില്ല. ഓഫ് കോഴ്സ് ഇതിന് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്. സോ ചിലപ്പോൾ ഇറങ്ങാൻ ചാൻസ് ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. സോ മേ ബി ചിലപ്പോൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിനകത്തായിരിക്കും മേ ബി ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ പുള്ളിക്ക് അധികം റോള് വരുന്നത്. വെങ്കി നമ്മുടെ മലയാളത്തിലുള്ള പയ്യനാണ്. സോ വെങ്കിയാണ് ആക്ച്വലി ഇതിനകത്ത് വില്ലൻ റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് പുള്ളി അടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട്. വെങ്കിടേഷിൻ്റെ ലുക്കും സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒരു പുഷ്പ സ്റ്റൈലാണ്. ആ ഒരു ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലിങ്ങും ബിയേർഡും ആ ഒരു ടൈപ്പ് ഓഫ് സ്വാഗും കാര്യങ്ങളൊക്കെയാണ് പുള്ളി പിടിച്ചേക്കുന്നത്. പക്ഷേ പുള്ളി ഈ പടത്തിനകത്ത് വേണ്ടിയിരുന്ന ഒരു കൊടൂര വില്ലൻ, ആ ഒരു റോളാണ് പുള്ളി സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഇന്ന് അടി കൊടുക്കണം അല്ലെങ്കിൽ കൊല്ലാവനെ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ പറയിപ്പിക്കുക രീതിക്ക് വെങ്കടേഷ് നല്ല കിടക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ടു ദ സിനിമാട്ടോഗ്രാഫി, ഗിരീഷ് കെങ്ങാരൻ ആൻഡ് ജോമോൻ ജോൺ കിടുക്കനായിട്ടാണ് ഓരോ ഫ്രെയിം വെച്ചേക്കുന്നത്. അതായത് ഇതിനകത്ത് ചില ഫൈറ്റ് സീൻ്റെ ഉണ്ട്, ഒരു ജയിൽ ഫൈറ്റ് സീൻ്റെ ഉണ്ട്, അല്ലാതെ ഉള്ള കുറേ സീനും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഷോട്ട്സൊക്കെ എന്ന് പറയുമ്പോൾ കിടുക്കൻ. അതായത് ഇവർ രണ്ടിൽ ഏതാ ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നേ. കാരണം രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചമാണ്. രണ്ടുപേർക്കും രണ്ടുപേരായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതിനകത്ത് ഇന്ന ആളാണ് ഇത് വെച്ചേക്കുന്നത്, അല്ല ഇന്ന ആളാണ് ഇത് ചെയ്തേക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം രണ്ടുപേരും അതേപോലെ ഒരു സിംഗിലാണ് പോയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് അനിരുദ്ധ് രവിചന്ദ്രൻ, അതായത് ഒരു നോർമൽ പടം, ടിപ്പിക്കൽ പടം, കണ്ടുമടുത്ത സ്റ്റോറി കാര്യങ്ങൾ, നമുക്കിത് പടം എന്താ പറയുക, ഇച്ചിരി ലെങ്ത് കൂടുതലുണ്ട് പടത്തിൽ. അപ്പം ഇതൊക്കെ നമ്മളെ ഒട്ടും ബാധിക്കാതെ നമുക്ക് ഈ സ്റ്റോറീസ് അധികം നമുക്ക് അറിയാവുന്ന സ്റ്റോറിയാണെന്ന് നമ്മളെ മടിപ്പിക്കാത്ത രീതിക്ക് എലിവേറ്റ് ചെയ്ത് പടത്തിനെ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ പിടിച്ചിരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ മെയിൻ ഘടകം അനിരുദ്ധാണ്. അനിയുടെ മ്യൂസിക് ഒരു രക്ഷയില്ല, കിടുക്കാൻ. യെസ് ഗൈസ്, അപ്പം ഇതൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറിയോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഒരു പടമോ ഒന്നും അല്ല. നിങ്ങൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് സ്റ്റോറീസോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, പല കണ്ട പടങ്ങളിലെ സ്റ്റോറീസിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സാമ്യം നിങ്ങൾക്ക് തോന്നും. പിന്നെ എക്സ്ട്രാ ഓർഡിനറി പടമാണ്, നിങ്ങൾ മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് കാണാം, ഡീസൻ്റാണ്.
ഒരു ഡീസൻറ്റ് പടമാണ്. വിജയ് ദേവർകൊണ്ട ഇഷ്ടമുള്ളവർക്കും വിജയ് ദേവർകൊണ്ടയുടെ പടം കാണാൻ താല്പര്യമുള്ളവർക്കും ഇൻ കേസ് വിജയ് ദേവർകൊണ്ടയുടെ പടം ഇനി ആദ്യമായിട്ട് കാണാൻ പോകുന്നവരാണ് എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് പോയി കാണാം. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എസ് കേസ് അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, തികച്ചും ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോയി കാണാം. അപ്പോൾ ഈ കേസ് അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.